രാവിലെ 8:15 കൊച്ചി പനമ്പള്ളി നഗരിലെ വിദ്യാനഗറിൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തൊട്ടു പിന്നാലെ കവർ വന്ന് വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതോടെ ഫ്ളാറ്റിൽ നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞതെന്ന് വ്യക്തമായി. അപ്പൊ അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഈ അതിജീവിത കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ തൃശൂർ സ്വദേശിയായ യുവാവിനെതിരെ പെൺകുട്ടി പരാതി നൽകിയത് അത് റഫീഖ് എന്നാണ് യുവാവിന്റെ പേര്. ഈ ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ട റഫീഖ് എന്ന യുവാവാണ് തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. അത് വിവാഹ വാഗ്ദാനം നൽകി പിന്നീട് താൻ ഗർഭിണിയാണെന്ന് റഫീഖിനെ അറിയിച്ചപ്പോൾ റഫീഖ് തന്നെ ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് വിളിച്ചപ്പോഴൊന്നും കിട്ടാത്ത സാഹചര്യം, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും ഈ ന്യൂസ് കണ്ടല്ലോ. എന്താ ഇതൊക്കെ പറയേണ്ടത്? എന്താണ് പറയേണ്ടത്? ഇവളുമാരൊക്കെ അതിജീവിത ഈ തെറ്റ് ചെയ്തവളിനെയൊക്കെ എന്തിനാ അതിജീവിത പേര് വെളിപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൾക്ക് അല്പസുഖത്തിന് വേണ്ടിയിട്ട് സുഖിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ കുഞ്ഞിന് വേണ്ട, കുഞ്ഞിനെ എറിഞ്ഞു കൊന്നുവെന്ന്. വെറും 3 ദിവസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന് ഇവൾ ആ സുഖത്തിന് പോകുമ്പോൾ ഇവൾക്ക് അറിയില്ല, ഇവൾക്ക് അതിനുള്ള എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് കൊച്ചിയിൽ നടന്ന സംഭവമാണ്. കൊച്ചി പനമ്പള്ളി എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. പ്ലാസ്റ്റിക് കവറിൽ, ഫ്ലാറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ എടുത്ത് താഴോട്ട് എറിഞ്ഞിരിക്കും പിഞ്ച് പൈതലിനെ. കുഞ്ഞുങ്ങളില്ലാതെ എത്ര പേര് വിഷമിക്കുന്നു. പടച്ചവന് എന്തിനാ അർഹതയില്ലാത്ത ഇവളുമാർക്കൊക്കെ കുഞ്ഞിനെ കൊടുക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. എത്ര ആളുകൾ പ്രാർത്ഥനയും ദുആകളും ഉരുളി കമത്തലും അങ്ങനെയായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നു. ഞങ്ങൾക്കറിയാവുന്ന കുറേ പേരുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഒരു കുഞ്ഞിക്കാല് കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾ. ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും പെൺകുട്ടികൾ പഠിക്കുന്നില്ലല്ലോ. എന്തെല്ലാം നടക്കുന്നു ലോകത്ത്, എന്തെല്ലാം കഥകൾ നടക്കുന്നു. എന്നിട്ടും ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് അവൻ്റെ കൂടെ പോയി അന്തി ഉറങ്ങിയിട്ട് ഒരു കുഞ്ഞിനെയും കിട്ടിയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞിരിക്കുക. അതിന് പുറകെയുള്ള ഭവിഷ്യത്തുകൾ എന്തെല്ലാം ഉണ്ടാവും? അതൊന്നും അവൾ ചിന്തിച്ചിട്ടില്ല. ഈ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്, ഗർഭിണി ആവാതിരിക്കാനുള്ള എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഇവൾക്ക് നോക്കിക്കൂടെ? വിവാഹം വാഗ്ദാനം ചെയ്തു എന്ന് പറയുമ്പോഴേക്കും പോയി അവൻ്റെ കൂടെ കിടക്കുക, എന്നിട്ട് ഗർഭിണിയാവുക, എന്നിട്ട് ആ കുഞ്ഞിനെ ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ എടുത്ത് എറിഞ്ഞ് കൊല്ലുക. എന്താണില്ലേ ലോകം? വല്ലാത്ത അതപ്പതിച്ച ലോകം. പെൺകുട്ടികൾ ഇനിയും പഠിക്കുന്നില്ലല്ലോ. ഇവന്മാരെയൊക്കെ ഒന്ന് ചിരിച്ച് കളിച്ച് കാണിക്കുമ്പോഴേക്കും അവൻ്റെ കൂടെ പോയി കടന്ന് ഇതായിട്ട് ഇങ്ങനെയുള്ളതൊക്കെ വരുത്തി തീർക്കുന്ന പെൺകുട്ടികൾ ഇനിയും പഠിക്കുന്നില്ലല്ലോ. എന്നിട്ട് അവളുടെ പേരും ഇതൊന്നും വെളിപ്പെടുത്തുന്നില്ല. അവളെ എങ്ങനെ അതിജീവിത എന്ന് വിളിക്കാൻ കഴിയും? ഒരു പിഞ്ചു കുഞ്ഞിനെ എറിഞ്ഞു കൊന്നിട്ട് അവളെ എങ്ങനെ അതിജീവിത എന്ന് വിളിക്കാൻ കഴിയും? അവളെ പേരെല്ലാം വെളിപ്പെടുത്തുക തന്നെയാണ് ചെയ്യേണ്ടത്. എന്തിന് ഫോട്ടോ ഇതെല്ലാം വെളിപ്പെടുത്തും? പിന്നെ എന്തിന് പേര് വെളിപ്പെടുത്താതിരിക്കണം? അതിജീവിത, അവൾക്ക് നൽകിയ പേര് അതിജീവിത. ഇതിനെയൊന്നും അതിജീവിത എന്നല്ല പറയേണ്ടത്, കാമഭ്രാന്ത് എന്നാണ് ഇതിനെയൊക്കെ പറയേണ്ടത്. അല്ലാതെ എന്താ പറയുക? ഒരു പിഞ്ചു പൈതൽ ഇത്രയും വില കൽപ്പിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നില്ലെങ്കിലും ഇവൾ ഇത്രയും, പിന്നെ എന്തിന് ഇത്രയും അവൾ ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എറിഞ്ഞ് കൊന്നിരിക്കുക. അവനെ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ ആ കോലും രൂപമൊക്കെ കണ്ട് അവൻ്റെയൊക്കെ സ്നേഹിച്ച് എങ്ങനെയാ ഇവളുമാർക്കൊക്കെ പോകാൻ തോന്നുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. വിവാഹ വാഗ്ദാനം ചെയ്തു, വിവാഹം കഴിഞ്ഞിട്ടുള്ളത് എന്താ നോക്കിയാൽ പോരെ? വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയുള്ള തോന്നിവാസത്തിനൊക്കെ പോവേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിനൊക്കെ എന്താ പറയണ്ടേ? എനിക്ക് കാണുമ്പോൾ എന്താ പറയുക, അറപ്പാ തോന്നുന്നത്. ഇവളുമാരോടൊക്കെ അറപ്പാ തോന്നുന്നത്, വെറുപ്പാ തോന്നുന്നത്. അർഹതപ്പെട്ട കയ്യിൽ അല്ലല്ലോ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. എത്ര പേര് ഒരു കുഞ്ഞിക്കാല് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇവൾക്കൊക്കെ ഒന്നും വേണ്ടാത്തവളുമാർക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊടുത്ത് ഇങ്ങനെ എറിഞ്ഞു കൊല്ലുന്ന ആ കുഞ്ഞ് എന്തുമാത്രം വേദന തിന്നിട്ടുണ്ടാവും. ആ പിഞ്ച് പൈതൽ, അല്ലോ എനിക്ക് സഹിക്കാൻ വയ്യ. ആ കുഞ്ഞിനെ മുഖമൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയാ പിഞ്ച് പൈതൽ മുഖത്ത് നോക്കി ഇങ്ങനെ ചുരുട്ടി കൂട്ടി എടുത്ത് ഒരു വേസ്റ്റ് എറിയും പോലെ ഇങ്ങനെ എറിയാൻ തോന്നുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇത്രയും അതപ്പതിച്ച് പോയല്ലോ നമ്മുടെ സമൂഹം, ഇത്രയും ഇതായി പോയല്ലോ. വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട്, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. എന്താ പറയുക, ഇവളെയൊക്കെ എന്താ പറയുക, ചാട്ടവാറ് കൊണ്ട് അടിക്കുക വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അരിഞ്ഞു വിട്ട് അവിടെയൊക്കെ മുളക് തേക്കുക ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ഇവളുമാരെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളെയൊക്കെ അതിജീവിത എന്നല്ല വിളിക്കേണ്ടത്, ഇവളെയൊക്കെ വേറെ വല്ല പേരും ഇട്ടിട്ടാണ് വിളിക്കേണ്ടത്.
ഇതിനൊക്കെ എന്താ എനിക്ക് പറയാൻ ഇത് കിട്ടുന്നില്ല. ആ കുഞ്ഞിൻ്റെ ആ ഒരു മുഖമാണ് ഇപ്പോഴും എൻ്റെ ആ ഒരു മനസ്സിൽ കൂടെ പോകുന്നത്. ആ കുഞ്ഞിൻ്റെ മുഖം ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ നമുക്ക് ആ പിഞ്ചു പൈതലിൻ്റെ മുഖം നമുക്ക് അറിയാലോ എങ്ങനെ ഇരിക്കും എന്ന്. ആ കുഞ്ഞു പൈതലിനെയൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുമ്പോഴുള്ള അവളുടെ ആ ഒരു മാനസികാവസ്ഥ, അവളുടെ ആ നീച പ്രവൃത്തിയെ സമ്മതിക്കണം. അവൾക്ക് എന്നാൽ പ്രസവിച്ച് വല്ല അമ്മത്തൊട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇട്ടൂടെ? അല്ലെങ്കിൽ കുട്ടികളില്ലാതെ എത്ര പേര് വിഷമിക്കുന്നു, അവിടെ കൊണ്ടുപോയി അവർക്ക് കൊടുത്തൂടെ? നാണക്കേട് നോക്കിയിട്ടായിരിക്കും എറിഞ്ഞു കൊന്നത്. ഇപ്പം ആരും അറിഞ്ഞില്ല. എനിക്കിതൊന്നും പറയാൻ കിട്ടുന്നില്ല. എൻ്റെ വായിൽ ശരിക്ക് നല്ല ഇതാ വരുന്നത്. അത്രയ്ക്ക് വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ. എന്ത് തന്നെയാണെങ്കിലും എന്താ പറയുക, ഇതൊന്നും നമ്മൾ പറഞ്ഞ് നമ്മുടെ ഇത് കളയാന്നല്ലാതെ ഇവളുമാരൊന്നും ഇനി പഠിക്കാൻ പോകുന്നില്ല. അപ്പം പെൺകുട്ടികൾ ഇത്രയും കണ്ടും കേട്ടിട്ടും ഇനിയും പഠിക്കുന്നില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. പെൺകുട്ടികളോട് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചിരിച്ച് കാണിച്ചു, അല്ലെങ്കിൽ ഐ ലവ് യു പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോണിൽ സംസാരിച്ചു, ഉടനെ പോയി അവളുമാർ ഉടനെ പോയി അവന്മാരുടെ കൂടെ പോയി. അവന്മാരുടെയൊക്കെ എന്ത് കണ്ടിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇനിയെങ്കിലും പെൺകുട്ടികൾ പഠിക്കുക. ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ വാക്കുകൾ കേട്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഉടനെ പോയി കടന്നു കൊടുത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റി പിന്നെ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ നാണം കെടാതെ ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഒരുപാട് വീഡിയോ ഇങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക, ഇതിനൊന്നും പറയാൻ വാക്കുകളില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.